ഒമാനിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് 3 വർഷം വരെ തടവും 5000 റിയാൽ വരെ പിഴയും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ബ്ലാക്ക്മെയിൽ, അപകീർത്തിപ്പെടുത്തൽ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയവ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങളോ വീഡിയോകളോ ശബ്ദരേഖകളോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. മിസ്സിംഗ് ലിങ്ക് എന്ന പേരിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളോ അധ്യാപകരോ ഉൾപ്പെടെയുള്ള സ്കൂൾ സമൂഹത്തെയോ പൊതുസമൂഹത്തെയോ ലക്ഷ്യമിട്ടുള്ള അപവാദ പ്രചരണങ്ങൾക്ക് 30 ദിവസം വരെ തടവും 3000 ഒമാനി റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങളോ വീഡിയോകളോ ശബ്ദരേഖകളോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ പോലും സമ്മതമില്ലാതെ അവ പരസ്യപ്പെടുന്നത് സ്വകാര്യതാ ലംഘനമായി കണക്കാക്കും. ഇൻ്റർനെറ്റ് വഴിയുള്ള ബ്ലാക്ക് മെയിലിംഗ്, അപകീർത്തിപ്പെടുത്തൽ, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് സൈബർ കുറ്റകൃത്യ നിരോധന നിയമത്തിലെ 16-ാം ആർട്ടിക്കിൾ പ്രകാരം 3 വർഷം വരെ തടവും 5000 ഒമാനി റിയാൽ വരെ പിഴയും ലഭിക്കാം. സോഷ്യൽ മീഡിയ വഴിയുള്ള ഏതു തരത്തിലുള്ള അധിക്ഷേപങ്ങളും നിരീക്ഷണത്തിലാണെന്നും നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. മീഡിയ 1 മസ്കത്ത്.